1 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യം വേഴ്സ് 1 വായിച്ച് ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് പൗലോസ് തെസ്സലോനിക്കരോട് പറയുക. ഈ 2-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത പൗലോസിന്റെ ശുശ്രൂഷ, സന്ദേശം, സ്വഭാവം, ഹിസ് മിനിസ്ട്രി, ഹിസ് മെസ്സേജ് ആൻഡ് ഹിസ് ക്യാരക്ടർ ഓർ ലൈഫ് സ്റ്റൈൽ, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളോളം. അത് നമ്മൾ സൂക്ഷിച്ച് വായിച്ചാൽ 3 കാര്യങ്ങളൊക്കെ കാണാം. തന്റെ മിനിസ്ട്രി, തന്റെ ശുശ്രൂഷ, ഹിസ് മെസ്സേജ്, തന്റെ സന്ദേശം, ആൻഡ് ഹിസ് ലൈഫ് സ്റ്റൈൽ ഓർ ക്യാരക്ടർ, തന്റെ ജീവിത ശൈലി, തന്റെ സ്വഭാവം. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖവരെയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല. My coming to you was not in vain. അതിന്റെ മറുവശം എന്താ? ഞാൻ വന്നത് വ്യർത്ഥമായില്ല എന്ന് പറഞ്ഞാൽ അത് ഫലകരമായി എന്നാണ് അതിന്റെ അർത്ഥം. My coming to you was fruitful. നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നത് ഫ്രൂട്ട്ഫുൾ ആയി, അത് ഫലകരമായി, അത് വ്യർത്ഥമായില്ല. എങ്ങനെയാണ് അത് ഫലകരമായി എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്? 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് വ്യർത്ഥമായില്ല എന്നത് വ്യക്തമായി തെളിവുകളുണ്ട്. 1-ാം അധ്യായത്തിൽ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം വായിക്കാം. 1-ന്റെ 6 മുതൽ 8 വരെ. 1 Thessalonians 1:6-8. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന് വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറവാൻ ആവശ്യമില്ല. പൗലോസിന്റെ ശുശ്രൂഷ വ്യർത്ഥമായില്ല എന്നുള്ളത് തെളിവ് അവിടെ തന്നെയാണ്. എന്താ തെളിവ്? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ അവര് സന്തോഷത്തോടെ കൈക്കൊണ്ടു. They received the word gladly. രണ്ടാമത്, ഞങ്ങൾ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. മൂന്നാമത് താഴെ പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. അതിന്റെ അർത്ഥവാക്യത്തിൽ കർത്താവിന്റെ വചനം ഇവിടെ നിന്ന് അനേക സ്ഥലങ്ങളിൽ മുഴങ്ങിച്ചെല്ലാനിടയായി. അടുത്ത കാര്യം, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം വളരെ പ്രസിദ്ധമായി തീർന്നു. അപ്പോ അവര് വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ കർത്താവിന്റെയും ഞങ്ങളുടെയും അനുകാരികളായി തീർന്നു. പിന്നെ ഒരു മാതൃകയുള്ള സഭയായിട്ട് അവർ തീർന്നു. കർത്താവിന്റെ വചനം അവർ മറ്റുള്ളവരെ അറിയിച്ചു. മാത്രമല്ല, അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി തീർന്നു. They received the word gladly. They became imitators of the Lord and of us. They became an exemplary church, and the word of God thundered out from among them to other places, and their faith in God was well known. ഇത്രയും കാര്യങ്ങൾ പൗലോസിന്റെ ശുശ്രൂഷ മുഖാന്തരം തെസ്സലോനിക്ക സഭയിൽ സംഭവിച്ചു. അപ്പോൾ ഇത് വ്യക്തമായിട്ടുള്ള രീതിയിൽ വേറെ തെളിവൊന്നും വേണ്ട. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലകരമായിട്ടുള്ള ശുശ്രൂഷയാണ് പൗലോസ് അവിടെ ചെയ്തത്. എന്നാൽ നമ്മുടെ വിഷയം ആ ശുശ്രൂഷ എന്നുള്ളതല്ല. ആ ശുശ്രൂഷ ആ നിലയിൽ ഫലകരമാകാനുള്ള കാരണം, അടിസ്ഥാനപരമായ ഒരു കാരണമാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ താഴോട്ടുള്ള 2-ാം അധ്യായം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ലൈഫ് സ്റ്റൈൽ, പൗലോസിന്റെ സ്വഭാവം, ശുശ്രൂഷയെ കുറിച്ചും സന്ദേശത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല. അതിൽ ഒരു കാര്യം പെറുക്കിയെടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. The character of Apostle Paul, the lifestyle of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ സ്വഭാവം. ജിം എലിയട്ട് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു മിഷണറിയുണ്ട്. നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരറിയാം. ഔക്ക ജാതികളുടെ ഇടയ്ക്ക്, തെക്കേ അമേരിക്കയിൽ ഔക്ക ജാതികളുടെ ഇടയ്ക്ക് പോയി പ്രവർത്തിച്ച് രക്തസാക്ഷിത്വം ഭരിച്ച യുവ മിഷണറിമാരുടെ ഒരാള്. ഏറ്റവും പ്രസിദ്ധനാണ് ജിം എലിയട്ട്. ജിം എലിയട്ട് ഒരിക്കൽ പറഞ്ഞു, the character of the worker decides the quality of his work. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. The character of the worker decides the quality of his work.
നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഗുണം പ്രവർത്തിക്കുന്ന ആളുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നയാള് നല്ല സ്വഭാവമുള്ള ആളാണെങ്കിൽ പ്രവർത്തനം വൃഥാവാകാതെ ഫലകരമായി തീരാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, പൗലോസിന്റെ ശുശ്രൂഷ വ്യർത്ഥമാകാതെ ഇത്രയധികം ഫലം പ്രകടിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം തന്റെ ജീവിത ശൈലി, തന്റെ സ്വഭാവം വളരെ ശരിയായതായിരുന്നു. തന്റെ സ്വഭാവം വളരെ ശരിയായതായിരുന്നു. എന്താ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ സ്വഭാവം എന്നുള്ളത് സൂചിപ്പിക്കുന്ന 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ആ സ്വഭാവത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, 4 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, വാട്ട് യു ആർ ഇൻ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ആരാണോ അതാണ് നിങ്ങളുടെ സ്വഭാവം. പുറമെ എനിക്ക് പറയുന്ന ആളുടെ സ്വഭാവം, ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ നമ്മുടെ ചിന്തയിൽ നാം ആരാണോ അതാണ് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു സൈൻ. വാട്ട് യു ആർ ഇൻ യുവർ തോട്ട്സ്, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് യുവർ ക്യാരക്ടർ. രണ്ടാമത് സ്വഭാവം എന്ന് പറയുന്നത് വാട്ട് യു ആർ വെൻ അതേഴ്സ് ആർ നോട്ട് വാച്ചിങ് യു. മറ്റുള്ളവർ നിന്നെ കാണാത്തപ്പോൾ, നിന്നെ നോക്കാത്തപ്പോൾ നീ ആരാണോ അതാണ് നിന്റെ സ്വഭാവം. മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെല്ലാം നല്ലതായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. അത് നമ്മുടെ റിയൽ സെൽഫ് അല്ല. നമ്മുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത് ആരും നമ്മെ കാണാത്തപ്പോൾ നാം എങ്ങനെ പെരുമാറും, അതാണ് നമ്മുടെ സ്വഭാവത്തിന്റെ അടുത്തൊരു ഇൻഡിക്കേറ്റർ. വാട്ട് യു ആർ വെൻ അതേഴ്സ് ആർ നോട്ട് വാച്ചിങ് യു, ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് യുവർ ക്യാരക്ടർ. നിന്റെ സ്വഭാവത്തിന്റെ ഒരു സൂചിക അതാണ്. മൂന്നാമതായിട്ട്, വാട്ട് ഗോഡ് നോസ് യു ആർ, വാട്ട് യു ആർ ബിഫോർ ഗോഡ്. നീ ദൈവമെങ്കിൽ ആരാണ്, നീ ആരാണെന്ന് ദൈവത്തിന് അറിയാം. അതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ആരാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. വാട്ട് വി ആർ ബിഫോർ ദ ലോർഡ്, വാട്ട് ദ ലോർഡ് നോസ് അബൌട്ട് us. നമ്മെ കുറിച്ച് ദൈവത്തിന് എന്തറിയാം, നമുക്കറിയാം. നമ്മുടെ റിയൽ തനി നിറം ദൈവത്തിന് അറിയാം. അതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ, വാട്ട് പീപ്പിൾ ഹു വാച്ച് us from close quarters know. നമ്മോട് വളരെ അടുത്ത് ഇടപെടുന്നവർക്ക് നമ്മെ കുറിച്ച് എന്തറിയാം, അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. മറ്റു മനുഷ്യർക്ക് നമ്മെ കുറിച്ച് അറിയാവുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാനൊക്കെ ഇല്ല. ബാക്കിയുള്ളവർക്ക് നമ്മളെ കുറിച്ച് അറിയാവുന്നവരായിരിക്കണമെന്നില്ല. എന്നാൽ വാട്ട് പീപ്പിൾ ഹു വാച്ച് us from close quarters know about us. ഏറ്റവും അടുത്ത് നമ്മോട് ഇടപെടുന്ന, ഉദാഹരണമായിട്ട് ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, അല്ലെങ്കിൽ സഹപ്രവർത്തകർ, കൂടെ എപ്പോഴും നടക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, എല്ലാവരും അല്ല, വളരെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞാൽ അടുത്ത് നിന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന, നമ്മുടെ ജീവിതത്തെ രാവും പകലും കാണുന്ന ആളുകൾ, നമ്മുടെ വീട്ടിലുള്ളവര്, അല്ലെങ്കിൽ നമ്മോട് കൂടെ പ്രവർത്തിക്കുന്നവര്, എപ്പോഴും നമ്മളെ കാണുന്നവരാണ് എല്ലാ പരിസ്ഥിതിയിലും. അവര് നമ്മെ കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു, അതും നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു സൂചന നൽകുന്ന കാര്യമാണ്. അപ്പോൾ സ്വഭാവം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ചിന്തയിൽ നാം ആരാണ്, പിന്നെ വേറെ ആരും നമ്മെ കാണാത്തപ്പോൾ നാം എങ്ങനെ ഇരിക്കുന്നു, 3 ദൈവം നമ്മെ കുറിച്ച് എന്തറിയുന്നു, 4 നമ്മുടെ ഏറ്റവും അടുത്തിടപെടുന്ന ആളുകൾ നമ്മെ ഏത് നിലയിൽ മനസ്സിലാക്കുന്നു. ഈ 4 കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിന്റെ സൂചന, നമുക്ക് എന്താണ് സ്വഭാവം എന്നുള്ളതിനെ കുറിച്ച് സൂചന നൽകുന്നതാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, പൗലോസിന്റെ പ്രവർത്തനം വ്യർത്ഥമായില്ല, വളരെ ഫലകരമായി തീർന്നു എന്നുള്ളത് 1-ാം വാക്യത്തിലാണത്. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ അതിന്റെ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് പൗലോസ് തന്നെ പറയുന്ന കാരണങ്ങളാണ്. പൗലോസിന്റെ ജീവിതം ഫലകരമായിരുന്നു. 1-ാം വാക്യത്തിൽ തന്റെ പ്രവർത്തനത്തെ കുറിച്ച് അത് ഫലകരമായിരുന്നു. താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പൗലോസിന്റെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് അതേ കാര്യം പറയാൻ കഴിയും. അതെന്താ? പൗലോസിന്റെ സ്വഭാവം ഫലം പുറപ്പെടുവിക്കുന്നതായിരുന്നു. ഫലം കായ്ക്കുക എന്ന് പറയുന്നത് 2 ആശയങ്ങൾ പ്രധാനമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ജോൺ ബക്കാർഡൻ പറഞ്ഞൊരു കാര്യം കൂട്ടി ഇതാണ് എന്ന് പറഞ്ഞത്. 1 ക്യാരക്ടർ ഫ്രൂട്ട്, 2 ഒന്നാമത്തേത് ആറ്റിറ്റ്യൂഡ് ഫ്രൂട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ ഫ്രൂട്ട്, രണ്ടാമത്തേത് ആക്ഷൻ ഫ്രൂട്ട്. ഒന്നാമത്തേത് നമ്മുടെ സ്വഭാവത്തിൽ നാം പുറപ്പെടുവിക്കുന്ന ഫലം.
ഗലാത്യർ 5:22. ക്രിസ്തുവിൻ സ്വഭാവം നാം എന്തുമാത്രം പുറപ്പെടുവിക്കുന്നു. എ ഡെവലപ്പിംഗ് ക്രിസ്ത്യൻ ക്യാരക്ടർ. പുരോഗമനമായ നിലയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ എന്തുമാത്രം കൂടുതൽ കൂടുതൽ കാണപ്പെടുന്നു. അതാണ് ഫലമെന്ന് പറയുന്നത്. ഗലാത്യർ 5:22 ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മിൽ നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുമ്പോൾ ഉളവാക്കുന്ന ക്രിസ്തുവിൻ സ്വഭാവമാണ്. അപ്പോൾ നാം ഫലം പുറപ്പെടുവിക്കാനാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ട എല്ലാവരും നാളുകൾ കഴിയുന്നതോറും കർത്താവിന്റെ മഹത്വം അവരുടെ സ്വഭാവത്തിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തി ജീവിക്കണം. അതിനാണ് എല്ലാവരെയും കർത്താവ് രക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ അത് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കണം. കാരണം നമ്മെ തെരഞ്ഞെടുത്ത് തന്നെ അതിനു വേണ്ടി കർത്താവിന്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടും. പിന്നെ ഫലം എന്നുള്ളതിന് വേറൊരു ആശയങ്ങളുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാകുന്നതായ ഫലം. റോമാലേഖനത്തിൽ ഒരു വാക്യം ഒന്ന് വായിച്ചിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഫലവും ഉണ്ടാകേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് പറയുന്ന ഒരു വാക്യം നാം ഒന്ന് വായിച്ചാലും, പ്രവൃത്തികളുടെ ഫലം ഇന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിട്ട് അവിടെ നമ്മുടെ ഫലമുണ്ടായി. തെസ്സലോനിക്കരുടെ കാര്യം പറഞ്ഞ പോലെ പൗലോസ് അവിടെ പ്രവർത്തിച്ചു, ഫലമുണ്ടായി. അപ്പൊ രണ്ടു തരത്തിലാണ് ഫലത്തെ കുറിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ സ്വഭാവം എന്ന ക്രിസ്തുവിൻ സ്വഭാവം എന്ന ഫലം. രണ്ട്, നമ്മുടെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്നുള്ള ഫലം, പ്രവർത്തനത്തിന്റെ ഫലം. ഈ രണ്ട് കാര്യവും പൗലോസിനെ സംബന്ധിച്ച് ദൈവം പൗലോസിനെ തെരഞ്ഞെടുത്തതിൽ വളരെ നന്നായി നിറവേറിയെന്നാണ് നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ താഴോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്റെ സ്വഭാവത്തിന്റെ ഫലമാണ്, തന്റെ ക്യാരക്ടറിലുള്ള ഫലമാണ്. രണ്ടാമത്, നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചത് തന്റെ ശുശ്രൂഷ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു, അത് ഫലമണിയുന്നതായിരുന്നു എന്നുള്ളതാണ്. The best sermon is a holy life എന്ന് പറയാറുണ്ട്. ഒരു ശരിയായ ജീവിതം, വിശുദ്ധ ജീവിതമാണ് ഏറ്റവും നല്ല പ്രസംഗം. സാക്ഷ്യമുള്ള ശുദ്ധിയുള്ള ഒരു ജീവിതമാണ് ഏറ്റവും നല്ല പ്രസംഗം. The primary ministry of a Christian is the ministry of character. ഒരു വിശ്വാസിയുടെ പ്രഥമമായ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിൽ കൂടെയുള്ള ശുശ്രൂഷയാണ്. The primary ministry of a Christian is the ministry of character. നമ്മുടെ സ്വഭാവത്തിൽ കൂടെ ഉള്ള സ്വഭാവത്തിന്റെ ശുശ്രൂഷയാണ് നമ്മുടെ ഏറ്റവും വലിയ ശുശ്രൂഷ. What we are is more important than what we say. നാം എന്തായിരിക്കുന്നു എന്നുള്ളത് നാം എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസിക്ക്, ഒരാൾക്ക് ഒരു ബിസിനസ് നടത്താൻ മൂലധനം വേണ്ടിയതുപോലെ ഏതൊരു വിശ്വാസിക്കും തന്റെ ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും കെട്ടിപ്പണിയുവാൻ വേണ്ട മൂലധനമാണ് അവന്റെ സ്വഭാവം. A Christian's character is his capital. മൂലധനം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം എന്ത് വേണം? അതിന് ക്യാപിറ്റൽ വേണം, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മൂലധനം വേണം. മൂലധനം ഇല്ലെങ്കിൽ ബിസിനസ് പെട്ടുപോകും. വെറുതെ ബിസിനസ് തുടങ്ങിയാൽ ബിസിനസ് പെട്ടുപോകും. ക്രിസ്തീയ ജീവിതത്തിന്റെ മൂലധനം എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവമാണ്. A Christian's character is his capital. മൂലധനം ഇല്ലെങ്കിൽ ബിസിനസ് കൊണ്ടുന്ന പോലെ നമ്മുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും പൊട്ടിപ്പോകും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മിൽ നിന്ന് ദൈവം ഏറ്റവും പ്രതീക്ഷിക്കുന്നതും നാം ഏറ്റവും കുറവ് ദൈവത്തിന് കാഴ്ചവെക്കുന്നതുമായ കാര്യമാണ് ക്യാരക്ടർ. ദൈവം നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ഏറ്റവും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രവർത്തനമല്ല, നമ്മുടെ പണമല്ല, നമ്മുടെ അധ്വാനമല്ല. അതെല്ലാം വേണമെന്നത് ശരിയാണ്. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം ക്രിസ്തുവിന് അനുരൂപമായ സ്വഭാവം നാൾക്ക് നാൾ നമ്മിൽ വളർന്നു വരണം. ദൈവം ഏറ്റവും പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ നാം ഏറ്റവും അധികം കൊടുക്കുന്നതും അല്ലെങ്കിൽ നാം ഏറ്റവും അധികം കാണിക്കുന്നതും അതാണ്. ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ഏറ്റവും കുറവ് കാണിക്കുന്നത്. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്നാൽ പൗലോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം തന്നെ രക്ഷിച്ച് തെരഞ്ഞെടുത്ത് ആക്കി വെച്ച ആ രണ്ട് കാര്യങ്ങളും പൗലോസിന്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് എന്ന് പറയാനൊക്കെ ഇല്ല, പരിപൂർണം എന്ന് പറയാനൊക്കെ ഇല്ല, എന്നാൽ വളരെ നല്ല നിലയിൽ കാണപ്പെട്ടു. തന്റെ വ്യക്തിപരമായ സ്വഭാവം എന്ന ഫലം, തന്റെ പ്രവർത്തനത്തിന്റെ ഫലം. നമുക്ക് ഇനി ആ കാര്യങ്ങളിലേക്ക് ഒന്ന് താഴോട്ട് ഒന്ന് നോക്കാം. ഈ ഒന്നാം വാക്യത്തിൽ തന്നെ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ അറിയുന്നുവല്ലോ, യു നോ. ഈ ഒന്നാം അധ്യായത്തിന്റെ 2:1 പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിന്റെ ഒടുവിൽ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നുവെന്ന് അറിയുന്നുവല്ലോ.
ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ഈ അറിയുന്നു എന്നുള്ള പ്രയോഗം ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനിക്കയിൽ 9 പ്രാവശ്യം വരുന്നുണ്ട്. You know is repeated 9 times in this one episode. അപ്പോൾ അതിന്റെ പ്രാധാന്യം നോക്കുക. 9 പ്രാവശ്യം പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ കേട്ടല്ലോ എന്നല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നല്ല, നിങ്ങൾക്കറിയാം. അവിടെ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ പെരുമാറിയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ മുമ്പേ സ്വഭാവത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, സ്വഭാവത്തിന്റെ സൂചനകൾ പറഞ്ഞപ്പോ 4ാമത് പറഞ്ഞൊരു കാര്യം, ഏറ്റവും അടുത്ത് ഇടപെടുന്നവർക്ക് നമ്മെക്കുറിച്ച് അറിയാവുന്നതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഞാൻ പെരുമാറി അത് നിങ്ങൾക്കറിയാം. അവർക്ക് എങ്ങനെ അറിയാം? പൗലോസ് അവരോട് വളരെ ഏറ്റവും അടുത്ത് ഇടപെട്ട ആളാണ്. അതുകൊണ്ട് പൗലോസിന്റെ തനിനിറം ഏറെക്കുറെയൊക്കെ ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് അറിയാമെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ അറിയുന്നവല്ലോ, അടുത്ത് ഇടപെടുന്നവർ നമ്മെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു സൂചനയാണ്. പൗലോസിന്റെ ജീവിതത്തില് ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യം അതാണ്. താൻ ഇങ്ങനെ പ്രസംഗിച്ച് വലിയ വേലയൊക്കെ ചെയ്ത് നടക്കുമ്പോ ആളുകൾക്ക് തന്നെ കുറിച്ച് ഉണ്ടായിരുന്ന ധാരണയല്ല. ആ ധാരണ നമുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയും ഒത്തിരി കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ജനത്തിന്, ദൈവജനത്തിനൊക്കെ നമ്മെ കുറിച്ച് നല്ല ഒരു ആത്മീയനാണ്, നല്ല പ്രസംഗകനാണ്, വലിയ ആളാണെന്നൊക്കെ ധാരണ ഉണ്ടാവും. ആ ധാരണ ഒട്ടും ശരിയാണെന്നില്ല. പൗലോസ് പറയുന്നത് അങ്ങനത്തെ ധാരണയുടെ കാര്യമല്ല. നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുമ്പോൾ എന്നോട് കൂടെ ഇടപെട്ട് സഞ്ചരിച്ച് എന്നോടുള്ള ഇന്ററാക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവല്ലോ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇത് ആശയത്തോടെ ഏറ്റവും ചേർന്ന് പോകുന്ന വേറൊരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇത് പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറന്നുപോയി കാണും, അതൊന്നുകൂടെ പറയാം. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അന്ത്യകാലത്തിന്റെ 10-18 3-ാം അധ്യായത്തിൽ അന്ത്യകാലത്തെ മനുഷ്യന്റെ 10-18 സ്വഭാവം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തന്റെ സ്വഭാവത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത് മനുഷ്യർ എങ്ങനെയുള്ളവരായിരിക്കും, ദുരുപദേശക്കാരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ 10-ാം വാക്യത്തിൽ നീയോ, ഇത്രയും നേരം പറഞ്ഞിരുന്നത് നേരെ വ്യത്യസ്തമായി വിരുദ്ധമായി, നീയോ തിമോഥെയോസിനോട് പറയാമെന്ന്, എന്റെ ഉപദേശം, എന്റെ നടപ്പ്, എന്റെ ഉദ്ദേശം, എന്റെ വിശ്വാസം, എന്റെ ദീർഘക്ഷമ, എന്റെ സ്നേഹം, എന്റെ സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലിസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ തർജ്ജമയിലൊക്കെ എന്റെ ആവർത്തിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ആവർത്തിക്കേണ്ടതാണ്. ഒരു ഭാഷയിലെ അതിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഓരോ വാക്കിന്റെ കൂടെ എന്റെ പറയേണ്ടതാണ്. എന്റെ നടപ്പ്, എന്റെ സ്നേഹം, എന്റെ സഹിഷ്ണുത. ഒരു സ്ത്രീയാണ് ഇത് നീ കണ്ടറിഞ്ഞിരിക്കുന്നു. അവിടെ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുന്ന പദമല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ അറിയുന്നുവല്ലോ എന്ന് പറയുന്നത് സാധാരണ ഒരു പദമാണ്. എന്നാൽ ഈ തിമോഥെയോസ് ലേഖനത്തിൽ കണ്ടറിഞ്ഞിരിക്കുന്നു എന്നുള്ള പദത്തിന്റെ അർത്ഥം you have known by watching me from close quarters. നീ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്ക് അതുപോലെ അർത്ഥം ചെയ്തിരിക്കുന്നു. വേറൊരു വാക്യം നമുക്ക് വായിക്കാം. അതായത് നമ്മൾ വായിക്കാൻ പോകുന്നത് 2 തിമോഥെയോസ് 3:11 കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് തന്നെ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന വേറൊരു ഭാഗം വായിക്കാം. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ലൂക്കോസ് 1:3. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ ലൂക്കോസിൽ ആ വാക്ക് തിമോഥെയോസിൽ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്ക് ലൂക്കോസിന് ചേർത്ത് തർജ്ജമ ചെയ്തിരിക്കുന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോ പൗലോസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവർ തിമോഥെയോസും തെസ്സലോനിക്കയിലുള്ളവരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അടുത്തിടപെട്ട് പൗലോസിന്റെ രഹസ്യ ജീവിതത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ അനേക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിച്ച അറിവാണ് കണ്ടറിഞ്ഞിരിക്കുന്നു, സൂക്ഷ്മമായി പരിശോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്ക്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന
ഒരു വാക്യങ്ങൾ നോക്കാം. അതിൽ 3:17 സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പി, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും ഉൾക്കൊള്ളുകയും. ഫിലിപ്പിയൻസ് 3:17. എന്നിട്ട് അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4:9 പറയുന്നത് ശ്രദ്ധിക്കുക. ഫിലിപ്പിയൻസ് 4:9 എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിക്കും. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നെ വളരെ അടുത്ത നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണമെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, പൗലോസിന്റെ ജീവിതം ഫലകരമാകാനുള്ള, അവന്റെ പ്രവർത്തനത്തിൽ ഫലം പുറപ്പെടുവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം അവന്റെ സ്വഭാവമായിരുന്നു, ജീവിത ശൈലിയായിരുന്നു. 2 ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. സ്വഭാവത്തിലെ ഫലം, പ്രവർത്തനത്തിലെ ഫലം. സ്വഭാവത്തിലെ ഫലത്തിൽ നിന്നാണ് പ്രവർത്തനത്തിലെ ഫലം ഉണ്ടാകേണ്ടത്. The first one should lead to the second one. The fruitfulness in my character, that should lead to the fruitfulness in my ministry. എന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയിൽ നിന്നാണ് എന്റെ പ്രവർത്തനത്തിന്റെ ഫലത്തിന്റെ ശ്രേഷ്ഠത ഉളവാകേണ്ടത്. നമുക്കറിയാം, ഈ കാലങ്ങളിലൊക്കെ പലപ്പോഴും അങ്ങനെയല്ല. വളരെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആളുടെ സ്വഭാവം ശരിയല്ല. ആൾ വീട്ടിൽ ഭാര്യയോട് ശരിയല്ല, പണമിടപാടുകളിൽ ശരിയല്ല, മറ്റു വിശ്വാസികളോടൊക്കെ വഴക്കുണ്ടാക്കി നടക്കുകയാണ്, സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അത് ഇന്നത്തെ ക്രിസ്തീയ മാർഗത്തിന്റെ ഏറ്റവും വലിയൊരു ശാപമാണ്. ശരിയല്ലാത്ത ആളുകൾ കർത്താവിന്റെ വേല ചെയ്യുന്നു അല്ലെങ്കിൽ വിശ്വാസികളായി അഭിമാനിക്കുന്നു എന്നുള്ളത് ക്രിസ്തു മാർഗത്തിൽ ഏറ്റവും ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. So, fruitfulness in our character should lead to fruitfulness in our ministry. നമ്മുടെ സ്വഭാവത്തിലെ ഫലമാണ് 2ാമത്തെ ഫലത്തിലേക്ക് നമ്മെ, അതായത് പ്രവർത്തനത്തിലെ ഫലത്തിലേക്ക് നമ്മെ നയിക്കേണ്ടത്. ഈ പുതിയ നിയമത്തിൽ പൊതുവെ നമ്മൾ വായിക്കുമ്പോൾ ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ, അതായത് മൂപ്പന്മാരുടെയും കർത്താവിന്റെ വേലയിലുള്ള ആളുകളുടെ യോഗ്യതകൾ പറയുന്ന പല ഭാഗങ്ങളുണ്ട്. മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. തീത്തോസ് ലേഖനത്തിലും തിമോഥെയോസ് ലേഖനത്തിലും. നിങ്ങള് ഇപ്പൊ നമ്മൾ നോക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഏകദേശം 18-19 കാര്യങ്ങൾ ഈ 2 ലേഖനത്തിന്റെ കൂടെ ചേർത്താൽ ഏകദേശം 18-19 ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ അത് ഓരോന്നും വായിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. എന്ത് മനസ്സിലാവുമെന്ന് അറിയാമോ? ഈ 18-19 സ്വഭാവ യോഗ്യതകളിൽ 3-4 ഒഴിച്ച് ബാക്കി എല്ലാ യോഗ്യതകളും സ്വഭാവത്തിന്റെ യോഗ്യതകളാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭയെ നയിക്കുന്നവർ, അല്ലെങ്കിൽ നമുക്ക് പൊതുവിൽ പറഞ്ഞാൽ കേവലം മൂപ്പന്മാർ മാത്രമല്ല, ക്രിസ്തീയ ശുശ്രൂഷയിലൊക്കെ ഉള്ള ആളുകൾ, അവരുടെ 2-3 യോഗ്യതകൾ മാത്രം അവരുടെ കഴിവിനോട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാ കഴിവിനോട് ബന്ധപ്പെട്ടത്? ആപ്റ്റ് ടു ടീച്ച്, പഠിപ്പിക്കാൻ ശ്രമത്തിലായിരിക്കണം. പിന്നെ റൂളിംഗ് വെൽ, നന്നായി ഭരിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ അവരുടെ കഴിവിനോട് ബന്ധപ്പെട്ടതാണ്. ബാക്കി എല്ലാ യോഗ്യതയും, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 100-ൽ ഒരു 98% യോഗ്യതകളും സ്വഭാവത്തോട് ബന്ധപ്പെട്ടതാണ്. ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, അനന്യനായിരിക്കണം, സുശീലനായിരിക്കണം, വഴക്കുണ്ടാക്കുന്നവനായിരിക്കണം, മദ്യപനാകരുത്, അതിഥിപ്രിയനായിരിക്കണം, എല്ലാവരോടും നന്നായി ഇടപെടുന്നവനായിരിക്കണം. അതെന്താ? അത് സ്വഭാവമാണ്. കഴിവ് വേണം, കഴിവ് വേണമെന്നല്ല. ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ, സഭയെ ഭരിക്കുവാൻ കഴിവ് വേണം. ദൈവം കൊടുക്കുന്ന കഴിവും പ്രഭാവവും പ്രാപ്തിയും സ്കിൽഫുൾനെസ്സും വേണം. പക്ഷേ തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം, ഈ കഴിവിനേക്കാൾ വളരെ ഊന്നിയാണ് സ്വഭാവത്തെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇത് മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയല്ല. ക്രിസ്തീയ മാർഗങ്ങളൊക്കെ ആൾ ഏബിളാണോ, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാമോ, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ടോ, പഠിത്തമുണ്ടോ, പണമുണ്ടോ, അതൊക്കെയാണ് ക്രിസ്തീയ നേതൃത്വത്തിനുള്ള യോഗ്യത. ആളുടെ സ്വഭാവം എങ്ങനെയുള്ളത് പ്രധാനമല്ല. പൊതുവെ ക്രിസ്തീയ മാർഗത്തിൽ വേദപുസ്തകത്തിന്റെ എംഫസിസ് അതല്ല. പഴയ നിയമത്തിലെ ഏറ്റവും വലിയൊരു ക്രിസ്തീയ ദൈവജനത്തിന്റെ ലീഡറായിരുന്നു ദാവീദ് എന്ന് നമുക്കറിയാം. പഴയ നിയമത്തിലെ ഏറ്റവും വലിയൊരു ലീഡറായിരുന്നു ദാവീദ്. ദാവീദിന്റെ ദാവീദിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് 78-ാം സംഗീതത്തിനും 72-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. Psalm 78:72. ദാവീദിന്റെ ജനത്തെ നടത്തുവാനുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ he led the people with integrity of heart and skillfulness of hand. അവൻ ഹൃദയ പരമാർത്ഥതയോടെയും കൈമിടുക്കോടെയും ഇസ്രായേലിനെ നടത്തി. അപ്പൊ അവിടെയും ആ ക്രമം കണ്ടു. എന്താ ഒന്നാമത്? ഹൃദയ പരമാർത്ഥം,
ജീവിതം ശരിയായിരിക്കണം, സ്വഭാവം ശരിയായിരിക്കണം, പിന്നെ കഴിവുകൾക്ക് വേണം. അത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്കിൽഫുൾനെസ് ഓഫ് ഹാൻഡ്. ഇനി നാം ഈ മൂപ്പന്മാരുടെ യോഗ്യത എന്നുള്ള നിലയ്ക്ക് തിമോത്തിയോസും തീത്തോസും പറഞ്ഞ അല്ലാതെ വേറെ പല ഇടങ്ങളിൽ പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതിപ്പോൾ ഞാൻ വായിച്ചു പറയുന്നില്ല. അതൊന്നും നോക്കിയാൽ തിമോത്തിയോസ് ലേഖനമൊക്കെ പൗലോസിന്റെ ലേഖനങ്ങളൊന്ന് കൊരിന്ത്യർ ലേഖനവും മറ്റു ലേഖനങ്ങളൊന്ന് സൂക്ഷിച്ചു വായിച്ചാൽ ക്രിസ്തീയ പ്രവർത്തകരുടെ അവർക്കുണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളെ കുറിച്ച് അവിടെവിടങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ എല്ലാ ഗുണങ്ങളും ജീവിതവുമായിട്ടും സ്വഭാവമായിട്ടും ബന്ധപ്പെടാം. അതിപ്പോ എടുത്ത് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയാൽ എല്ലാ ഗുണങ്ങളും തന്നെ സ്വഭാവമായിട്ടും ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് ഏറ്റവും ഒന്നാമതായി പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്വഭാവം ശരിയായിരിക്കണം, നമ്മുടെ ജീവിതം ശരിയായിരിക്കണം എന്നുള്ളതാണ്. ആകട്ടെ, നമ്മൾ വായിച്ച അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അവിടെ ഞങ്ങളുടെ പ്രവർത്തനം വ്യക്തമായില്ല, രണ്ടു നിലയിലും വ്യക്തമായില്ല. സ്വഭാവം വളരെ നല്ലതായിരുന്നു, പ്രവർത്തനങ്ങൾ നല്ലതായിരുന്നു, അതുകൊണ്ട് ഫലമുണ്ടാകും. ഇനി താഴോട്ട് നമ്മൾ വായിക്കുമ്പോ ആ സ്വഭാവ വിശേഷങ്ങൾ അത് ഓരോന്ന് വിവരിക്കാൻ നമുക്ക് സമയമില്ല, എന്നാൽ ഒന്ന് സൂചിപ്പിച്ച് പോകാം. അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ his ministry was courageous. അവന്റെ ശുശ്രൂഷ രണ്ടാം വാക്യത്തിനുള്ളിൽ ധൈര്യത്തിലുള്ള ശുശ്രൂഷയായി, ഭയപ്പാടോടുകൂടിയല്ല. ഹിസ് മിനിസ്ട്രി വാസ് എ ബോൾഡ് മിനിസ്ട്രി. ധൈര്യത്തോടെ, അത് അവിടെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ധൈര്യത്തോടുകൂടിയുള്ള ശുശ്രൂഷയായിരുന്നു. ഇനി അതിന്റെ രണ്ടാമത്തെ കാര്യം 4-ാം വാക്യത്തിലുണ്ട്, ദൈവത്തിന് കൊള്ളാവുന്നവരായി ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷ അല്ലെങ്കിൽ ജീവിതം. പൗലോസ് ദൈവത്തിന് കൊള്ളാവുന്നവനായി തിരിഞ്ഞു, പിന്നെ ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷയായിരുന്നു അവൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് സ്വഭാവത്തിന്റെ രണ്ടാമത്തെ വിശേഷതയായിട്ട്, തന്റെ ശുശ്രൂഷയുടെയും സ്വഭാവത്തിന്റെയും രണ്ടാമത്തെ വിശേഷതയായിട്ട് എടുക്കാം. മൂന്നാമത് ഉള്ള ഒരു കാര്യം 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് മുഖസ്തുതിയും ദ്രവ്യാഗ്രഹവും ഇല്ലാത്ത ശുശ്രൂഷ. ഇതൊക്കെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുഖസ്തുതിയും ദ്രവ്യാഗ്രഹത്തിന് ഉപായവും ഇല്ല. അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് വേദപുസ്തകത്തിലൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു കാര്യം കുറച്ചുകൂടെ വ്യക്തമാകും. നിങ്ങൾ അറിയും പോലെ മുഖസ്തുതിയില്ല. അപ്പൊ ഞാൻ മുഖസ്തുതി പറയുന്ന ആളാണെന്നല്ലോ എന്ന് ആർക്കറിയാം? സഭയിലുള്ളവർക്കറിയാം, അല്ലെ? കൂടെ പ്രവർത്തിക്കുന്നവർക്കറിയാം. എന്നാൽ ഞാൻ ദ്രവ്യാഗ്രഹമില്ലാത്തവനാണോ അല്ലയോ എന്ന് ആർക്കറിയാം? അത് ദൈവത്തിനെ അറിയാം. കുറച്ചൊക്കെ സഭയിലുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് രണ്ടും തിരിച്ചാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മുഖസ്തുതി പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ അറിയും പോലെ, യു നോ ദാറ്റ്. ഞാൻ ദ്രവ്യാഗ്രഹി അല്ല എന്നുള്ളത് ഗോഡ് ഈസ് ദ വിറ്റ്നസ്. അപ്പോൾ നമ്മുടെ പുറം ജീവിതത്തിലെ കാര്യങ്ങൾ മനുഷ്യർക്ക് അറിയാൻ പറ്റും. എന്നാൽ ഞാൻ പണത്തെ സ്നേഹിക്കുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് മനുഷ്യർക്ക് അത്ര അറിയാൻ പറ്റത്തില്ല. അതിന് ദൈവം സാക്ഷി. ആ രണ്ട് കാര്യവും ഇംഗ്ലീഷിലൂടെ നിങ്ങൾ വായിച്ചാൽ വേറിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നത്. മുഖസ്തുതി, ദ്രവ്യാഗ്രഹം. ഈ മുഖസ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? മുഖസ്തുതി ഫ്ലാറ്ററി എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. പിന്നെ മുഖസ്തുതിയോട് പ്രശംസയുണ്ട്, പ്രൈസ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ. ഇത് രണ്ടിലുള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്രശംസ. ഇപ്പൊ ഒരാൾ പ്രസംഗിച്ച നല്ല പ്രസംഗമായിരുന്നു, അല്ലെങ്കിൽ പാട്ട് പാടിയത് അതിന്റെ പാട്ട് നല്ലതായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു, അങ്ങനെ പറയാമോ? അത് മുഖസ്തുതിയല്ല, അത് പ്രശംസയാണ്. അത് പറയുന്നതിന് കുഴപ്പമില്ല. എന്താ ഇതിനുള്ള വ്യത്യാസം? ഇതിനുള്ള വ്യത്യാസം ഒന്ന് സിൻസിയർ ആണ്, മറ്റേത് ഇൻസിൻസിയർ ആണ്. പ്രശംസ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ളതാണ്. അതിനെ കേട്ടപ്പോ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ആത്മാർത്ഥത ഞാൻ പറയാം, എന്നോട് സംസാരിച്ചു, നല്ല പ്രശ്നമായിരുന്നു, അത് ആത്മാർത്ഥത എന്ന് പറയാം. എന്നാൽ മുഖസ്തുതി എന്ന് പറയുന്നത് ആത്മാർത്ഥത എന്നല്ല, അത് ചുമ്മാ പറയാം, ഉള്ളിൽ തട്ടി പറയുന്നത്. രണ്ടാമതൊരു വ്യത്യാസം, പ്രശംസ എന്ന് പറയുന്നത് ദുഷ്ടലാക്കില്ലാതെ പറയുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്നും സാധിക്കാൻ പറയുന്ന, എനിക്ക് പിന്നീട് ഈ പ്രധാനെ കൊണ്ട് ഒരു കാര്യം സാധിക്കാറുണ്ട്, അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ പറയുമ്പോൾ അത് എനിക്ക് സഹായമാകും. അതാണ് ദുരുദ്ദേശം. പ്രശംസ എന്ന് പറയുന്നതിൽ ഒരു ദുരുദ്ദേശമില്ല, നല്ലതായിരുന്നു എന്ന് പറയുന്നത് വേറെ ഒരു ഉദ്ദേശമില്ല. എന്നാൽ മുഖസ്തുതിയുടെ രണ്ടാമത്തെ കുഴപ്പം അത് ദുരുദ്ദേശത്തോടുകൂടി. ഒരാളെ കുറിച്ച് മുഖസ്തുതി പറയുന്നത് ഇത് ആത്മാർത്ഥതയിൽ നിന്ന് മാത്രമല്ല, എനിക്കിതിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്, ഇയാളെ ഇപ്പോഴേ പ്ലീസ് ചെയ്ത് നിർത്തിയാൽ പിന്നീട് ഇയാളെ കൊണ്ട് എനിക്ക് ചില കാര്യം സാധിക്കാനാണ്. അതാണ് മുഖസ്തുതിയും പ്രശംസയും തമ്മിലുള്ള വ്യത്യാസം. അതെ, പൗലോസ് പറയാണ് മുഖസ്തുതി ഇല്ല, പിന്നെ ദ്രവ്യാഗ്രഹം ഇല്ല. അടുത്തത് നാലാമത്തെ കാര്യം 6-ാമത്തെ വാക്യത്തിലുണ്ട്, മനുഷ്യന്റെ മാനം അന്വേഷിച്ചില്ല. അത് വിശദീകരിക്കുന്നില്ല, അത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മാനം അന്വേഷിച്ചില്ല. 5-ാമത്തേത് അതിന്റെ 7-ാമത്തെ വാക്യത്തിലുണ്ട്,
അമ്മയുടെ ആർദ്രതയോടുകൂടെ. എട്ടാം വാക്യം പറയുന്നത് ഓമനിച്ചുകൊണ്ട് എന്നാണ്. ഇനി താഴോട്ട് വരുമ്പോൾ 12-ാം വാക്യത്തിൽ അപ്പനെ പോലെ എന്ന് പറയുന്നുണ്ട്. അത് രണ്ടും നമുക്ക് ചേർത്ത് പറയാം. പൗലോസിന്റെ സ്വഭാവത്തിന് പ്രത്യേകത അമ്മയെ പോലെ ആർദ്രതയോടെ ഓമനിച്ചുകൊണ്ട് പെരുമാറി, അപ്പനെ പോലെ കരുതലോടെ പെരുമാറി. അപ്പനാണ് കരുതുന്നയാൾ, കൗൺസിൽ കൊടുക്കുന്നയാൾ, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നയാൾ. അമ്മയാണ് സ്നേഹം കാണിക്കുന്നയാൾ, ആർദ്രത കാണിക്കുന്നയാൾ, ഓമനത്വം കാണിക്കുന്ന ആള്. ഇത് രണ്ടും പൗലോസ് ചെയ്തെന്നാണ് പറയുന്നത്. അമ്മയെ പോലെ ഓമനിക്കുകയും ആർദ്രത കാണിക്കുകയും ചെയ്തു. പിന്നെ അപ്പനെ പോലെ കരുതി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്വഭാവം കമ്പാഷനേറ്റ്. ആ 8-ാം വാക്യത്തിൽ ഓമനിച്ചുകൊണ്ടെന്ന് പറഞ്ഞതിന് താഴെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. അതിനെ നമുക്ക് എന്ത് പറയാം? ത്യാഗപൂർണമായ സ്നേഹം, സാക്രിഫിഷ്യൽ. അപ്പോൾ 5-ാമത്തെ ഗുണമായിട്ട് പറയാവുന്നത് he was compassionate and he was sacrificial. താൻ ആർദ്രതയുള്ളവനായിരുന്നു, പിന്നെ ത്യാഗ മനോഭാവം ഉള്ളവനായിരുന്നു. 6-ാമത്തെ കാര്യം 9-ാമത്തെ വാക്യത്തിലുണ്ട്. അത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. കഠിന പ്രയത്നം. His ministry was a ministry of hard labor. കഠിനമായി പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷ, കഠിനാധ്വാനം ചെയ്യുന്ന ശുശ്രൂഷയായിരുന്നു. ഇനി 7-ാമത്തെ കാര്യം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ചു, പെരുമാറി എന്നാണ് അർത്ഥം. എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. അതിന് നിങ്ങൾ സാക്ഷിയാണ്, ദൈവവും സാക്ഷിയാണ്. ഞാൻ വിശുദ്ധമായി ജീവിച്ചു എന്നുള്ളതിന് ദൈവം സാക്ഷിയാണ്. പിന്നെ പവിത്രമായും അനന്യമായും നടന്നു എന്നുള്ളതിന് നിങ്ങളും സാക്ഷിയാണ്. അപ്പോൾ പവിത്രമായി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായി എന്നാണ് അർത്ഥം, ഹോളിലി. നീതിയായി എന്ന് പറഞ്ഞാൽ എന്റെ ഇടപാടുകളെല്ലാം, പുറമേയുള്ള എല്ലാ ഇടപാടുകളും ജസ്റ്റ് ആൻഡ് റൈച്ചസ്, അതാണ് എന്റെ അർത്ഥം. 3-ാമത്തെ വാക്ക് അനന്യം എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ് എന്നാണ് അർത്ഥം. ഗോപന്മാരുടെ യോഗ്യത പറയുമ്പോ അനന്യനായിരിക്കണം എന്ന് പറയുന്നു. ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം നോ ചാർജ് ഓഫ് സീരിയസ് റോങ് സസ്റ്റെയിൻഡ് അഗൈൻസ്റ്റ് ഹിം. ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ സിൻലെസ് അല്ല, അനന്യൻ എന്ന് പറഞ്ഞാൽ പാപരഹിതനാണ്. പിന്നെന്താ? ഇന്ന കുറ്റം നിങ്ങളുണ്ട് എന്ന് ഗൗരവമായ ഏതെങ്കിലും കുറ്റത്തെ കുറിച്ച് അതേക്കുറിച്ച് പറയാൻ ഉണ്ടാകാൻ പാടില്ല. അതാണ് അനന്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇനി അങ്ങനെ ഒരു തെറ്റായിട്ട് ചെയ്താൽ ഉടനടി അത് കറക്റ്റ് ചെയ്ത് ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരാളാണ് ബ്ലെയിംലെസ് എന്ന് പറയുന്നത്. ഇറിപ്രോച്ചബിൾ വിത്ത് an untarnished reputation. ഒരു കുറ്റവും ആളുകൾക്ക് ചൂണ്ടിക്കാണിച്ച് പറയാനില്ലാതെ വണ്ണം ഉള്ളതായ സാക്ഷ്യം പുലർത്തുന്നയാണ്. അതുകൊണ്ട് അയാൾ പരിപൂർണനാണെന്ന് അർത്ഥമില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തന്റെ ജീവിതത്തിൽ ചില കുറവുകളൊക്കെ ഉണ്ടായിരിക്കും മനുഷ്യൻ നിലയ്ക്ക്. എന്നാൽ പൊതുവെ മറ്റുള്ളവർക്ക് തന്നെ ചൂണ്ടി കുറ്റം പറയാനായിട്ട് ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. പൗലോസ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ പവിത്രമായും നീതിയായും അനന്യമായും നടന്നു. സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ മൂപ്പന്മാരുടെ യോഗ്യതകൾ അല്ലെങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷ യോഗ്യതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വല്ലതൊക്കെ ജീവിക്കാൻ ഒക്കുമോ എന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ജീവിക്കാൻ ഒക്കുമോ? നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടുണ്ടോ? ജീവിക്കാൻ ഒക്കുമോ? പൗലോസ് എന്താ പറഞ്ഞത്? അങ്ങനെയൊക്കെ വചനത്തിലുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നും ജീവിക്കാൻ ഒത്തില്ല കേട്ടോ എന്നാണ് പൗലോസ് പറഞ്ഞത്. അല്ല, പരിപൂർണമായി എന്നല്ല പറഞ്ഞത്. പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ പവിത്രമായും നീതിയായും അനന്യമായും ഞാൻ നടന്നു എന്നാണ് പറയുന്നത്. യോബിനെ കുറിച്ച് എന്താ പറയുന്നത്? യോബ് 1:1 പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവും ദൈവാത്മാവും പറഞ്ഞിട്ടുണ്ട്, ദൈവം യോബിനോടും പറഞ്ഞിട്ടുണ്ട്. എന്താ? നിഷ്കളങ്കനും നേരുള്ളവരും ദോഷമുട്ടകലെന്ന്. അപ്പൊ അങ്ങനെ ജീവിക്കാൻ ഒക്കുമോ? പറഞ്ഞിരിക്കും അല്ലെ? പരിപൂർണതാകാൻ ഒക്കുമെന്നല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കുക, പൗലോസിന്റെ ശുശ്രൂഷ വ്യക്തമാകാതെ ഫലകരമാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ലൈഫ് സ്റ്റൈൽ, അവന്റെ സ്വഭാവമായിരുന്നു. ഞാൻ പറഞ്ഞ 7 കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് 2-ാം വാക്യത്തിൽ മിനിസ്ട്രി വാസ് എ കറേജിയസ് മിനിസ്ട്രി, ധൈര്യത്തോടുകൂടിയുള്ള ശുശ്രൂഷയായിരുന്നു. രണ്ടാമത്തെ, ഹിസ് മിനിസ്ട്രി വാസ് അപ്രൂവ്ഡ് ഓഫ് ഗോഡ് ആൻഡ് പ്ലീസിംഗ് ടു ഗോഡ്, ദൈവത്തിന് കൊള്ളാവുന്നതിനായി ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷയായിരുന്നു. മൂന്നാമത്തേത് 5-ാം വാക്യം, ഫ്രീ ഫ്രം കോവറ്റസ്നെസ് ആൻഡ് ഫ്ലാറ്ററി, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും മുഖസ്തുതിയിൽ നിന്നും വിടുതലുള്ള ശുശ്രൂഷയായിരുന്നു. 6-ാം വാക്യം, നോട്ട് സീക്കിംഗ് ദി ഓണർ ഓഫ് മെൻ, മനുഷ്യന്റെ മാനം അന്വേഷിക്കാത്ത ശുശ്രൂഷ. 5-ാമത്തേത്, കമ്പാഷനേറ്റ് ആൻഡ് സാക്രിഫിഷ്യൽ, അമ്മയെ പോലെ ആർദ്രതയുള്ള, അപ്പനെ പോലെ കരുതുന്ന, ജീവൻ കൊടുക്കാൻ മനസ്സുള്ള ത്യാഗപൂർണമായ ശുശ്രൂഷ. 6-ാമത്തേത് ഹാർഡ് ലേബർ, കഠിനമായ പ്രയത്നം. 7-ാമത്തേത് ഹോളി
and blamelessly serve. നാം വായിക്കുന്നത് പവിത്രമായും അനന്യമായും നീതിയായും അനന്യമായുമുള്ള ജീവിതം. എങ്ങനെയാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് വില്യം മാക്ഡൊണാൾഡ് കമന്ററി വില്യം മാക്ഡൊണാൾഡ് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കമന്റാണ്. By submitting ourselves to the control of the Holy Spirit and by confessing and forsaking sin in our lives continually. എങ്ങനെ ഈ പറഞ്ഞ ജീവിക്കാൻ പറ്റും? അദ്ദേഹം പറയാണ്, പരിശുദ്ധാത്മാവിന്റെ നമ്മെ തന്നെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിയും ഏതെങ്കിലും കുറവുകൾ വരുമ്പോൾ അതുടനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചും ഇങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളാരും അപ്പോസ്തലന്മാരല്ല. പൗലോസ് ചെയ്തവരുടെ യാത്രകളും കഷ്ടപ്പാടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതൊക്കെ അപ്പോസ്തലന്മാർക്ക് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇതെല്ലാം വിശ്വാസികൾക്കും വേണ്ടിയാണ്. ഈ പെൺകുട്ടിയെ ആ വീട്ടിലോട്ട് രക്ഷിച്ചയച്ചു. ആ വീട്ടിൽ ഭർത്താവ് മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടത്. ആ വീട്ടിൽ വിശ്വാസികൾ ആരുമില്ല. ആ കോൺടാക്റ്റിൽ ഈ പെൺകുട്ടിയാണ് അവിടുത്തെ മിഷനറി. ആ വീട്ടിൽ ഈ പെൺകുട്ടിയാണ് മിഷനറി. അവരുടെ ജോലിയല്ല ഈ പറഞ്ഞ സ്വഭാവം കാണിച്ച് ആത്മീയോടും സ്നേഹത്തോടും താഴ്മയോടും കൂടി ഇടപെട്ട് അവിടെയുള്ളവരെ കഥാവിലേക്ക് നയിക്കുക. അപ്പൊ ആ കോൺടാക്റ്റിൽ നമ്മൾ മിഷനറി. അവിടെ വടക്കേന്ത്യ സുവിശേഷത്തിലേക്ക് പോകുന്നില്ല. നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്ത്, നമ്മുടെ കോളേജിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ, നമ്മുടെ അയൽപക്കത്ത് നമ്മെ എല്ലാവരെയും കർത്താവിന്റെ സാക്ഷികളാക്കി വെച്ചിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. എല്ലാവരും പ്രസംഗകരും വിശ്വാസത്തിക്കുന്നവരായിരിക്കണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും ഈ നിലയിൽ അനന്യമായി പവിത്രമായി നീതിയായി ജീവിച്ച് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തീയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അത് നമ്മുടെ എല്ലാവരുടെയും പിടിയാണ്. അപ്പോൾ ഇന്ന് കേട്ട ഈ എല്ലാ കാര്യങ്ങളും അപ്പോസ്തലന് മാത്രം ബാധകമല്ല, എല്ലാ വിശ്വാസികൾക്കും അവരവരുടെ കോൺടെക്സ്റ്റിൽ ബാധകമാണ്. എല്ലാ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ഫലകരമാക്കുക, നമ്മുടെ സ്വഭാവത്തെ ഏറ്റവും ശരിയായി നമ്മുടെ ആന്തരിക ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് ദൈവഭാഗം ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും പ്രത്യേകം സഹായിക്കും.